ഹലോ എവരി വൺ. സോ മക്കളെ, നമുക്കറിയാം മോഷൻ ഇൻ എ പ്ലേ എന്നുള്ള ചാപ്റ്റർ നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചു അല്ലേ. സോ ഈ മോഷൻ ഇൻ എ പ്ലേ എന്നുള്ള ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരേ റേഞ്ച് വരുന്ന ഒരു കേസിലെ, അതായത് നമ്മുടെ രണ്ട് ബോഡീസ് പ്രൊജക്റ്റൈൽ മോഷനിലേക്ക് കടക്കുന്ന സമയത്ത്, ഞാൻ പ്രൊജക്റ്റൈൽ മോഷനാട്ടോ സംസാരിക്കുന്നത്, ആ പ്രൊജക്റ്റൈൽ മോഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ രണ്ട് രീതിയിൽ ത്രോ ചെയ്യുന്ന സമയത്ത് രണ്ട് ആംഗിൾസിൽ എന്ത് കാണിക്കുന്നുണ്ട്, സെയിം റേഞ്ച് കാണിക്കുന്ന സിറ്റുവേഷൻ ഉണ്ട് അല്ലേ. രണ്ട് ആംഗിൾസിൽ എന്ത് ചെയ്യുന്നുണ്ട്, സെയിം റേഞ്ച് കാണിക്കുന്ന സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ സെയിം റേഞ്ച് കാണിക്കണമെങ്കിൽ നിങ്ങൾക്കറിയാം എന്തായിരുന്നു അതിൻ്റെ കണ്ടീഷൻ. യെസ്, എന്താണത്? നമ്മൾ രണ്ടിനെയും ഒരേ ഇനീഷ്യൽ വെലോസിറ്റിയിൽ നമ്മൾ ത്രോ ചെയ്യുന്നു. രണ്ട് ബോഡീസിനെ നമ്മൾ ഒരേ ഇനീഷ്യൽ വെലോസിറ്റിയിൽ നമ്മൾ ത്രോ ചെയ്യുന്നു. രണ്ടിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി സെയിം ആണ്. ഇതിവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റയാണെങ്കിൽ മറ്റേ ആളുടെ ആംഗിൾ എന്ന് പറഞ്ഞാൽ 90 മൈനസ് തീറ്റ ആയിരിക്കണം അല്ലേ. അതായത് ഒരാളുടെ ആംഗിൾ തീറ്റ ആണെങ്കിൽ മറ്റേ ആളുടെ ആംഗിൾ എന്തായിരിക്കണം, 90 മൈനസ് തീറ്റ ആയിരിക്കണം എന്നുള്ള റിസൾട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ആ കണ്ടീഷനിൽ രണ്ടുപേരുടെയും റേഞ്ച് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. പക്ഷേ മാക്സിമം റേഞ്ചിന്റെ കേസ് അല്ല കേട്ടോ. എന്താണ് മാക്സിമം റേഞ്ച്? റേഞ്ചിന്റെ ഇക്വേഷൻ എന്തായിരുന്നു മക്കളെ? u² sin 2θ ഡിവൈഡ് ബൈ g അല്ലേ. സോ മാക്സിമം റേഞ്ച് ആവണമെങ്കിൽ തീറ്റ എന്ന് പറഞ്ഞിരിക്കുന്നത് 45 ഡിഗ്രി ആയിരിക്കണം. കാരണം sin 2θ എന്ന് പറയുമ്പോൾ sin 90 വരണം അല്ലേ. അപ്പോൾ തീറ്റ 45 ഡിഗ്രി വരിക. അപ്പോൾ മാക്സിമം റേഞ്ച് എന്ന് പറഞ്ഞാൽ u² ബൈ g ആണ്. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ഇതിനെ പറ്റിയല്ല, മാക്സിമം റേഞ്ചിനെ പറ്റിയേ അല്ല നമ്മൾ സംസാരിക്കുന്നത് എന്താ, രണ്ട് ബോഡീസ് നമ്മൾ സെയിം ഇനീഷ്യൽ വെലോസിറ്റി നമ്മൾ ത്രോ ചെയ്തു. പക്ഷെ നോക്കിയപ്പോൾ രണ്ടാളുകൾക്കും ഒരേ റേഞ്ച് കാണിക്കണമെങ്കിൽ, രണ്ടുപേരുടെയും റേഞ്ച് ഒരേപോലെ കാണിക്കണമെങ്കിൽ രണ്ടുപേരും ത്രോ ചെയ്തിരിക്കുന്ന ആംഗിൾസ് എന്ന് പറഞ്ഞാൽ ഒന്ന് തീറ്റയാണെങ്കിൽ മറ്റേ ആംഗിൾ 90 മൈനസ് തീറ്റ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു ആംഗിൾ 30 ഡിഗ്രി ആണെങ്കിൽ മറ്റേ ആംഗിൾ 60 ഡിഗ്രി എന്നുള്ള മീനിങ് ആണ്. ഒരാൾ 20 ഡിഗ്രി എന്ന് പറഞ്ഞാൽ മറ്റേ ആംഗിൾ 70 ഡിഗ്രി എന്നുള്ള മീനിങ് ആണ്. രണ്ടും കൂടി ആഡ് ചെയ്താൽ എത്ര കിട്ടണം, 90 ഡിഗ്രി എന്നുള്ള മീനിങ് ആണ്. സോ ഈ ഒരു കോൺസെപ്റ്റ് എന്ന് വരുന്ന ചോദ്യങ്ങൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ നോക്കണേ, സെയിം റേഞ്ച് വരുന്ന കേസുകൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും. നോക്കണേ, ഫസ്റ്റ് നമുക്ക് പറയാം, സെയിം റേഞ്ച് വരണമെങ്കിൽ സം ഓഫ് ദ ടു ആംഗിൾസ് ആർ 90 ഡിഗ്രി. രണ്ടിന്റെ ആംഗിൾസ് രണ്ടും കൂടി സം ചെയ്താൽ നമുക്ക് എത്ര കിട്ടണം, 90 ഡിഗ്രി കിട്ടണം. ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും രണ്ടിന്റെയും റേഞ്ച് എന്താണ്, സെയിം ആണ്. രണ്ടിന്റെ റേഞ്ച് എന്താണ്, സെയിം ആണെന്ന് പറയാം. അതായത് ഈ ആംഗിളും θ1 ഈ θ2 ആഡ് ചെയ്താൽ എത്ര കിട്ടണം, 90. അടുത്ത ആംഗിൾ ഇങ്ങനെ വരിക, if the angles are 45 plus theta and 45 minus theta. രണ്ടിന്റെയും ആംഗിൾസ് ഒന്ന് 45 പ്ലസ് തീറ്റയാണ്, ഒന്ന് 45 മൈനസ് തീറ്റയാണ്. ഒരാൾ 45 പ്ലസ് തീറ്റയാണ്, ഒരാൾ 45 മൈനസ് തീറ്റയാണ്. നിങ്ങൾ ആലോചിച്ചാൽ മതി, ഈ ഒരു ആംഗിൾ 45, അതായത് ഇതാണ് 45 ഡിഗ്രി എന്ന് വിചാരിക്കും. അപ്പം നമ്മൾ ഈ ഒരു ബോഡി ത്രോ ചെയ്തിരിക്കുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ 45 പ്ലസ് തീറ്റ ആണെങ്കിൽ മറ്റേ എന്ന് പറഞ്ഞിരിക്കുന്നത് 45 മൈനസ് തീറ്റ ആവുന്ന സിറ്റുവേഷനിൽ രണ്ടും കൂടി ആഡ് ചെയ്യടാ. 45 പ്ലസ് തീറ്റ പ്ലസ് 45 മൈനസ് തീറ്റ ചെയ്യുമ്പോൾ നമുക്ക് ഈ പ്ലസ് തീറ്റയും ഈ മൈനസ് തീറ്റയും ക്യാൻസൽ ചെയ്ത് പോയി നമുക്ക് എന്ത് കിട്ടൂടാ, 90 ഡിഗ്രി കിട്ടില്ലേ, 90 ഡിഗ്രി കിട്ടും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ, 45 പ്ലസ് തീറ്റയും 45 മൈനസ് തീറ്റയും വരുന്ന സിറ്റുവേഷനിലും രണ്ടും സെയിം റേഞ്ചാണ് പ്രൊഡ്യൂസ് ചെയ്യുക. അതുപോലെ ലാസ്റ്റ് കേസ് നോക്കണേ, ഇഫ് ദ ആംഗിൾ ഓഫ് വൺ ഓഫ് റൈറ്റിൽ ഹൊറിസോണ്ടൽ, അതായത് രണ്ട് ആംഗിൾ സംസാരിക്കുക. അതായത് ഒരാൾ ഹൊറിസോണ്ടലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ, അതായത് ഈ ആംഗിൾ, ദിസ് ആംഗിൾ, ഈ ആംഗിൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ഹൊറിസോണ്ടലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റയാണ്. അതേപോലെ ഇത് വേർട്ടിക്കലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റയാണെന്ന് വിചാരിക്കും. ആദ്യത്തെ ബോഡി പ്രൊജക്റ്റൈൽ ചെയ്തിരിക്കുന്നു, ആദ്യത്തെ ബോഡി എറിഞ്ഞിരിക്കുന്നത് ഹൊറിസോണ്ടലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റയാണെങ്കിൽ വേർട്ടിക്കലുമായിട്ട് മറ്റേ ബോഡി ത്രോ ചെയ്യുന്ന സമയത്ത് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ രണ്ട് ബോഡീസും സെയിം റേഞ്ചാണ് കാണിക്കുക. കാരണം ഇത് തീറ്റയാണെങ്കിൽ മക്കളെ നമുക്ക് പറഞ്ഞുവിടാം, ഈ ആംഗിൾ എത്ര വരിക, ഈ ആംഗിൾ 90 മൈനസ് തീറ്റ ആയിരിക്കും. സോ ഹൊറിസോണ്ടലുമായി ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ, വേർട്ടിക്കലുമായി ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ എന്ന് പറയുമ്പോൾ രണ്ടിന്റെയും റേഞ്ച് എന്തായിരിക്കും, സെയിം ആയിരിക്കും. കണ്ടീഷൻ ആലോചിക്കുകയാണ്, രണ്ട് ബോഡിയും ത്രോ ചെയ്തിരിക്കുന്ന ഇനീഷ്യൽ ഓർഡർ സെയിം ആണ്. രണ്ട് ആംഗിൾസ് കൂട്ടിയാൽ 90 വരണം, ഒന്ന് 45 പ്ലസ് തീറ്റ വരാം, 45 മൈനസ് തീറ്റ വന്നാലും രണ്ടിന്റെ റേഞ്ച് സെയിം ആണ്. ഹൊറിസോണ്ടലുമായി ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ, മറ്റേവൻ വേർട്ടിക്കലുമായി ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ ആണെങ്കിൽ രണ്ടാളും സെയിം റേഞ്ച് കാണിക്കും. ഈ ഒരു കണ്ടീഷൻ വെച്ചുള്ള ചോദ്യങ്ങൾ കുറേ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ വേഗം പറയാൻ വേണ്ടി പറ്റും. പറ, എ പ്രൊജക്റ്റൈൽ ഈസ് ത്രോൺ അറ്റ് ആൻ ആംഗിൾ ഓഫ് 40 ഡിഗ്രി. ഇപ്പോൾ θ1 എന്ന് പറയുന്നത് 40 ഡിഗ്രി ആണ് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്, വിത്ത് ദ ഹൊറിസോണ്ടൽ ആൻഡ് ഇറ്റ്സ് റേഞ്ച് ഈസ് R1. അനദർ പ്രൊജക്റ്റൈൽ ഈസ് ത്രോൺ അറ്റ് ആൻ ആംഗിൾ 40 ഡിഗ്രി വിത്ത് ദ വെർട്ടിക്കൽ. അപ്പോൾ ഇതിന്റെ റേഞ്ച് R1 ആണ്. θ2 എന്ന് പറയുന്നത് 40 ഡിഗ്രി തന്നെയാണ്, പക്ഷേ എന്താണ്, വേർട്ടിക്കലുമായി ഉണ്ടാക്കുന്ന ആംഗിൾ ആണ്. അപ്പോൾ അത് ഉണ്ടാക്കുന്ന റേഞ്ചാണ് R2 എങ്കിൽ. അപ്പോൾ നിങ്ങൾ പഠിച്ച കോൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. എന്താ കോൺസെപ്റ്റ്? ഒരു ബോഡി നമ്മൾ ത്രോ ചെയ്യുന്നു, രണ്ട് ബോഡീസ് നമ്മൾ ത്രോ ചെയ്യുന്ന സമയത്ത് ഇവൻ ഉണ്ടാക്കുന്ന ആംഗിൾ 40 ഡിഗ്രിയാണ്, അതുപോലെ ഇവൻ വേർട്ടിക്കലുമായി ഉണ്ടാക്കുന്ന ആംഗിൾ 40 ഡിഗ്രി ആണെങ്കിൽ രണ്ടിന്റെയും റേഞ്ച് എന്തായിരിക്കും, സെയിം ആയിരിക്കും എന്നുള്ള ആ കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ R1 ഇസ് ഈക്വൽ എന്ത് മക്കളെ, എന്ത് വരടാ, R2 വരില്ലേ. R1 ഇസ് ഈക്വൽ ടു R2. സോ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്, വളരെ ഡയറക്റ്റ് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. കോൺസെപ്റ്റ് അറിയുന്ന ഒരു കുട്ടിക്കാണ് അത് ഈസിലി എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുക. അതുപോലെ നോക്ക്,
The range of a projectile is r when the angle of projection is 40 degree. For the same velocity of projection and range, the other possible angle of projection. അതായത് അടുത്ത ആംഗിൾ ഏത് വരാൻ ചാൻസ് 40 ഡിഗ്രി നമ്മൾ ത്രോ ചെയ്തപ്പോൾ സെയിം വെലോസിറ്റി ത്രോ ചെയ്തപ്പോൾ ഉണ്ടാവുന്ന റേഞ്ച് 6 ആണെങ്കിൽ അതേ റേഞ്ച് അതേ വെലോസിറ്റി നമ്മൾ ത്രോ ചെയ്യണമെങ്കിൽ നമുക്ക് കിട്ടണമെങ്കിൽ മറ്റേ ആംഗിൾ എത്രയായിരിക്കണം? ഒരാൾ 40 ഡിഗ്രി ആണെങ്കിൽ മറ്റേ ആംഗിൾ എത്രയാണ്? 90 - 40 എന്ന് പറഞ്ഞാൽ എത്രയാ? 50 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിനുശേഷം മക്കളെ ഈ കോൺസെപ്റ്റ് വെച്ചുള്ള കുറച്ച് റിലേഷൻസ് ഉണ്ട്. ഈ റിലേഷൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആ 6 റിലേഷൻസ് ഞാൻ നിങ്ങളെ മുന്നിലേക്ക് കാണിച്ചു തരാം. ഒന്നേതാ? T1 / T2 = tan θ. ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ കേസാണ്. ഇതിൽ നമ്മൾ എല്ലാത്തിൻ്റെയും പ്രൂഫ് അല്ല, ഈ റിസൾട്ടുകൾ നിങ്ങളെല്ലാം പ്രൂവ് ചെയ്ത് പഠിച്ച് നോക്കണം, ട്രൈ ചെയ്ത് നോക്കണം. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ആലോചിക്കുക, T1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ ഇക്വേഷൻ എന്താ? 2u sin θ / g. രണ്ടാമത്തെ ആളുടെ ഇക്വേഷൻ എന്താ? 2u sin 90 - θ / g. രണ്ടാമത്തെ ആംഗിൾ 90 - θ അല്ലേ? രണ്ടാമത്തെ ആംഗിൾ എന്താ? 90 - θ അല്ലേ? T1 = 2u sin θ / g. T1 = 2u sin θ / g ആണ്. T2 എന്ന് പറഞ്ഞാൽ 2u sin 90 - θ / g ആണ്. സോ ഇവ തമ്മിൽ എന്താ ചെയ്തിരിക്കുന്നത്? ഡിവൈഡാ ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, sin 90 - θ എന്ന് പറഞ്ഞാൽ മക്കളെ എന്താടാ? cos θ അല്ലേ? അപ്പോൾ നമ്മൾ ഈ രണ്ട് ഇക്വേഷൻസ് ഡിവൈഡ് ചെയ്യുന്നു. ഞാൻ ഈ രണ്ട് ഇക്വേഷൻസ് ഡിവൈഡ് ചെയ്യുന്നു. T1 / T2 ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോക്കുക, സെയിം ക്വാണ്ടിറ്റീസ് ഞാൻ കട്ട് ചെയ്യുകയാണെങ്കിൽ 2u/g ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. 2u/g ഞാൻ ക്യാൻസൽ ചെയ്യുമ്പോൾ T1 / T2 = sin θ / cos θ. ദാറ്റ് വിൽ ഗിവ് tan θ. സോ ഫസ്റ്റ് റിസൾട്ട് നോക്ക് നിങ്ങൾ, T1 / T2 = tan θ. രണ്ടാമത്തെ റിസൾട്ട് നമുക്ക് വേണമെങ്കിൽ നോക്കാം. രണ്ടാമത്തെ റിസൾട്ട് നമുക്ക് എന്ത് ചെയ്യാം? നോക്കാം. H1 / H2. H1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം u² sin² θ / 2g ആണ്. എന്താണ് H2? H2 u² sin 90 - θ ആണ്. ദാറ്റ് വിൽ ബിക്കം cos² θ / 2g ആണ്. ഇവിടെ H1 / H2 അല്ലേ? സോ H1 / H2 ചെയ്യുന്ന സമയത്ത് ബാക്കി ടൈംസ് കട്ട് ചെയ്യുമ്പോൾ sin² θ / cos² θ. ദാറ്റ് വിൽ ഗിവ് tan² θ. സോ H1/H2 വാല്യൂ എത്രയാ? tan² θ. അങ്ങനെ ബാക്കി തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത് 6 റിലേഷൻസ് ഉണ്ട്. സോ നിങ്ങൾ ഈ 6 റിലേഷൻസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പറ്റുവാണെങ്കിൽ നിങ്ങൾ റിലേഷൻസ് ഒന്ന് ബൈ ഹാർട്ട് പഠിക്കാം മക്കളെ. പുറത്ത് വെക്കാൻ പറ്റുമെങ്കിൽ ഏതാ കണ്ടീഷൻ സെയിം റേഞ്ച് വരികയാണെങ്കിൽ ഏതാ ആംഗിൾ ഒന്ന് θ ആണെങ്കിൽ മറ്റേ ആംഗിൾ 90 - θ. അത് പല രീതിയിൽ ചോദ്യങ്ങൾ വരാം. അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ റിലേഷൻസ് ചോദ്യങ്ങൾ വരികയാണെങ്കിൽ ആ ചോദ്യങ്ങൾ ക്രാക്ക് ചെയ്യാനുള്ള ഈ ഒരു ഷോർട്ട് കട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് മാത്രമല്ല 3ഉം 4ഉം 5ഉം 6ഉം നിങ്ങൾ എന്ത് ചെയ്യുക? ചെയ്ത് നോക്കിയിട്ട് അതിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ ട്രൈ ചെയ്യുക. നിങ്ങൾ ട്രൈ ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടെ അടുത്തൊരു കോൺസെപ്റ്റുമായി നമുക്ക് കാണാം. സോ താങ്ക് യു ഓൾ ഓഫ് യു. താങ്ക് യു. ബൈ.